ശ്രീ ജയചന്ദ്രൻ, ദ്വാരപാലക പാളി, കട്ടിളപ്പാളി, ഒപ്പം ഈ പ്രഭാമണ്ഡലവും അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒറിജിനൽ അല്ല, അസലല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനിൽ വിളയിൽ ചൂണ്ടിക്കാണിച്ചത്. ഞാനത് ജോർജ് ജോസഫിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു നേരത്തെ. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം മോഷണക്കുറ്റം ചുമത്തേണ്ട ഒരു കേസാണ് എന്നുള്ളത്. പക്ഷേ FIR-ൽ മോഷണക്കുറ്റം ചുമത്തിയിട്ടില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലിരിക്കുന്നവരൊക്കെ പ്രഗത്ഭരാണ്, ഒരു സംശയവുമില്ല. ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ ശ്രീ ജയചന്ദ്രൻ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതെ, അത് ഞാൻ അരമണിക്കൂറായിട്ട് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് സംബന്ധിച്ച് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ അനിൽ വിളയിൽ, അദ്ദേഹം പ്രാക്ടീസിങ് ലോയറും കൂടെയാണല്ലോ. അദ്ദേഹം പറഞ്ഞ ചില വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതുകൂടെ എടുത്തു പറയുകയും ചെയ്യാം. ഇവിടെ ഈ പ്രശ്നത്തിൽ നമ്മൾ പൊതുവിൽ എല്ലാ മാധ്യമങ്ങളും, കേട്ടോ, ഏതെങ്കിലും മാധ്യമത്തെ ഒഴിച്ചു നിർത്തണ്ട, എല്ലാ മാധ്യമങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബോധപൂർവ്വം മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് അറിയുമോ ശ്രീ നമ്പ്യാർ? എല്ലാ മാധ്യമങ്ങളും ചേർത്താണ് ഞാൻ പറയുന്നത്, കേട്ടോ. കാര്യം ഞാനും ആ മാധ്യമ കുലത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എല്ലാവരും ചേർച്ചൻ എന്ന് പറയുന്നത്. ഈ സ്വർണം മോഷ്ടിച്ചതിന്റെ ആണല്ലോ പറയുന്നത്. അവിടെ മോഷണം നടന്നിട്ടുണ്ടെന്ന് ഞാനത് ഈ ചർച്ചയിൽ തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്തതാണ്. ശ്രീ അനിൽവിളയിലാണല്ലോ ചോദിച്ചത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, സുപ്രധാനമായ ഒരു പ്രശ്നം നിൽക്കുന്നത് എന്താണെന്ന് അറിയാം. ആരും പരിഹരിക്കാതിരിക്കുന്ന, എന്നാൽ അത്യന്തം കാതലായിട്ടുള്ള പ്രശ്നം. ഇതിൽ കൊണ്ടുപോയ ചെമ്പുപാളികൾ, അതാണല്ലോ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവമേറിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സ്വർണമില്ല, ചെമ്പുപാളികൾ എഴുതി, ഇതാണ് തർക്കം. പക്ഷേ SIT-യുടെ ഒരു റിപ്പോർട്ടിലും, ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്ത 2 റിപ്പോർട്ടാണ് ഇത്, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല പല ഘട്ടങ്ങളിലായി. ആ റിപ്പോർട്ടിൽ എവിടെയും താൻ കൊണ്ടുപോയിട്ടുള്ളത് സ്വർണമില്ലാത്ത ചെമ്പുപാളികൾ മാത്രമായിരുന്നു എന്നൊരു വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയും ഉയർത്തിയിട്ടില്ല. ഇന്നോളം എവിടെയും അത്രയൊരു വാദവും വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീലും അത്രയൊരു വാദം ഉന്നയിക്കുന്നില്ല. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്? ചെമ്പുപാളികൾ മാത്രമായിരുന്നു, അത് സ്വർണം പൊതിഞ്ഞ പാളികളല്ലായിരുന്നു. അത് ക്ലാഡിങ് ആവട്ടെ, ഇലക്ട്രോ പ്ലേറ്റിംഗ് ആവട്ടെ, എന്തായാലും അത് അങ്ങനെ അല്ലാത്ത ചെമ്പുപാളികൾ മാത്രമായിരുന്നു എന്നൊരു വാദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എവിടെയും ഇല്ല. അത്രയൊരു വാദം ഉയർത്തിയിട്ടുമില്ല എന്ന് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ഇടക്കാല ഉത്തരവിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഞാൻ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ കൊണ്ടുപോയത് ചെമ്പ് തകിടുകളാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇൻ റൈറ്റിംഗ് ഈ ഏറ്റവും വലിയ കള്ളൻ വാസു എഴുതി കൊടുത്തിരിക്കുകയല്ലേ ചെമ്പ് തകിടുകളാണെന്ന്. ഇൻ റൈറ്റിംഗ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡർ അല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ആയുധം വാസു തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാതെ ഞാൻ പറയട്ടെ, എനിക്കറിയാം. താങ്കളത് ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഞാനത് ചേർത്ത് പറയാനാണ് തുടങ്ങിയിരുന്നത് ഇപ്പോൾ തന്നെ. അതായത് ഇത്രയൊരു വാദമില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഉണ്ട്. അതായത് 17/10/2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് റാന്നി കോടതിയിൽ കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. അന്ന് ആ റിമാൻഡ് റിപ്പോർട്ട് ശശിധരനാണ് IPS, അദ്ദേഹമാണല്ലോ കൊടുക്കുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്ന വാചകം നോക്കിക്കോളൂ. തുടങ്ങുന്ന വാചകം, താങ്കൾ ഈ ടെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ ശരിയായിട്ടുള്ള ഒരു ഇന്നർ മീനിങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിട്ടുള്ള സുമാർ 2 കിലോ തൂക്കം വരുന്ന, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, സുമാർ 2 കിലോ തൂക്കം വരുന്ന സ്വർണം ചതി ചെയ്ത്, വിശ്വാസവഞ്ചന ചെയ്ത് എടുത്ത് 1 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാകണമെന്ന ഉദ്ദേശ്യത്തോടും കരുതലോടും കൂടി ദേവസ്വം വക സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള 2 മുതൽ 10 വരെ പ്രതികളുടെ ഒത്താശയോടെ 1-ാം പ്രതി ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ശബരിമല സന്നിധാനത്ത് വെച്ചു തന്നെ പൊതിഞ്ഞിരുന്ന സുമാർ 2 കിലോ തൂക്കം വരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി നൽകാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ച്
17 ഞങ്ങളെ 2019 ദേവസ്വം ബോർഡ് അപേക്ഷ നൽകിയ ശേഷം കൊണ്ടുപോയി. ആ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് താഴോട്ട്. അതിലേക്ക് പോകുന്നില്ല. അവിടെ മോഷണമില്ല, അപഹരണമില്ല. ഇല്ല. എന്തോ ഏതാണ്? മോഷണവും ഇല്ല, അപഹരണവും ഇല്ല. അവിടെ രണ്ടും അല്ല, പരാമർശിച്ചു. അത് നമ്മുടെ റിട്ടയർഡ് SP ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചാർജ് ഷീറ്റിലാണ് വരിക. വക്കീലായ അനിൽ വളയിൽ നന്നായിട്ട് അറിയാമത്. ആ ചാർജ് ഷീറ്റിലെ വരും. ശ്രീ ജയേന്ദ്രൻ, അവിടെ എനിക്ക് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അല്ല, FIR-ൽ ഈ കേസ് തന്നെ ഇതിന്റെ അടിസ്ഥാനം എന്താ? മോഷണല്ലേ? FIR 380 IPC 380 എന്താ ഇടാത്തത്? അല്ല, ഞാൻ അതാ പറയുന്നത്. ഈ അത് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ കാണേണ്ട അടിസ്ഥാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു അനിലമ്പ്യാർ, ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ടല്ലോ ഹൈക്കോടതി സമർപ്പിച്ചത്, അത് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് അതും നമ്മുടെ എല്ലാം ഉണ്ടല്ലോ. അത് ഹൈക്കോടതി പറയുകയാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല. അടിപൊളിയായിട്ട് പറയുകയാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കണമെന്നല്ല, ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. അതുകൊണ്ട് ഈ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കാൻ തീരുമാനിക്കും. ഇതാണ് പറയുന്നത്. അപ്പൊ ഈ ക്രിമിനൽ കോൺസ്പിറസി എന്ന് തന്നെയാണ് ആ വാചകം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വിശ്വാസ വഞ്ചന വരണം. വിശ്വാസ വഞ്ചനയിൽ നിന്നാണ് ഇവിടെ ക്രിമിനൽ ഗൂഢാലോചനയിലേക്കും തെഫ്റ്റിലേക്കും ഒക്കെ പോകാൻ കഴിയുന്നത്. ആ ചാർജ് ഷീറ്റിലാണ് വരിക. അത് പിന്നെ ഈ അഭിഭാഷകനായ ശ്രീ അനിൽ വളയൻ അറിയാത്തൊന്നുമല്ല, ആർക്കും അറിയാത്തതല്ല. നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരസ്പരം പരിശോധിക്കുന്നവരാണ്, ക്രോസ് ചെക്ക് ചെയ്യുന്നവരാണല്ലോ. നമുക്ക് പോലും മനസ്സിലാവുന്ന കാര്യമല്ലേ. ചാർജ് ഷീറ്റിൽ അത് ഉറപ്പായിട്ടും വരികയും ചെയ്യും. കാരണം ഇത് അങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലീഡ് ചെയ്യുമ്പോൾ ആരൊക്കെയാവും ഇതിന്റെ അകത്ത് കുടുങ്ങുക, കുരുങ്ങുക എന്നുള്ള ചോദ്യങ്ങൾ വൃത്തിയായ ചോദ്യമാണത്. പക്ഷെ ആ വൃത്തിയായ ചോദ്യം, വൃത്തിയുള്ള ചോദ്യത്തിന് വൃത്തിയുള്ള മറുപടി ഇപ്പൊ പറയാൻ കഴിയില്ല. ആരൊക്കെയാണ് കുടുങ്ങുക, കുരുങ്ങുക എന്നുള്ളത്. കാരണം ഇവിടെ കുരുങ്ങുക അതൊക്കെ താങ്കൾ പറഞ്ഞു. ആരെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ, ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ മോഷണക്കുറ്റമൊക്കെ ഒമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ ജയേന്ദ്രൻ? ഒരു തെഫ്റ്റാണെന്ന് ആ ചാർജ് FIR-ൽ ഇടുന്നതിന് എന്താ കുഴപ്പം? അത് സംശയിക്കുന്നവരെ കുറ്റം പറയണ്ടെന്നേ. കാരണം ഇത് ശബരിമല എന്ന് പറയുന്ന വിശ്വാസ സങ്കേതത്തിന്റെ പരിപാലനമായ ക്ഷേത്ര സന്നിധിയുടെ പ്രശ്നവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യമാണ് ഞാനിവിടെ ഈ ചർച്ചയിൽ താങ്കളോട് പറയുന്നത്. താങ്കളുടെ ചോദ്യത്തിന് വിശ്വാസികളെ അങ്ങനെ സംശയിക്കുന്നതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ ബോധ്യം ഇതാണ്, അങ്ങോട്ടാണ് പോകുന്നത്, ഇത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതുകൊണ്ടാണ് അനിൽ ചോദിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഉത്തരവാദിത്തോടെ പറഞ്ഞത് അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ ഇപ്പോ പിന്നെ ഇദ്ദേഹം ആരാണ്, എൻ വാസു ആണ് സൂത്രധാരൻ എന്ന് പറയുന്നത് തീരെ യോജിപ്പില്ല ഞാൻ. കാരണം വാസുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? വാസുവിനെ അറസ്റ്റ് ചെയ്തത് എന്താണെന്ന് നോക്കൂ. വാസുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? വാസുവിനെ അറസ്റ്റ് ചെയ്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം എന്തെങ്കിലും പണി നടത്തിയതല്ല. ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കെ ബോർഡ് പ്രസിഡന്റ് ഇല്ല. അതല്ലേ പ്രശ്നം. അവിടുത്തെ ഈ സ്വർണത്തിന്റെയൊക്കെ ഉത്തരവാദി ആരാണെന്നതായി മഹേഷ് പണിക്കർ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയാത്തതല്ലോ. ഉത്തരവാദി തിരുവാഭരണം കമ്മീഷണറാണ് സാർ. തിരുവാഭരണം കമ്മീഷണറാണ്. എവിടെ തിരുവാഭരണം കമ്മീഷണറെ പിന്നെ റോൾ എന്താണെന്നുള്ള ചോദ്യം എവിടെ? ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒക്കെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് ഞങ്ങളോട് ചെമ്പ് തകിടുകൾ എന്ന് എഴുതാൻ നിർദ്ദേശിച്ചത് സഖാവ് എൻ വാസുവാണ്. അവരുടെ മൊഴിയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സഖാവ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. അല്ല, താങ്കൾ ഞാനൊന്ന് പറയട്ടെ. ഇത് പിന്നെ ഈ വാസു പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. വാസു പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ സീനിയർ ക്ലർക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊണ്ടുവന്ന ഒരു സംഗതി, അത് പിന്നെ ഡെപ്യൂട്ടി എന്താണ് ദേവസ്വം ഡിവിഷനിൽ വേറൊരു പേരാണ്. ആ ഡെപ്യൂട്ടിയും അസിസ്റ്റന്റും കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ. ഡെപ്യൂട്ടി കമ്മീഷണർ ഇദ്ദേഹത്തിന്റെ PAയും കൂടാണ്. ദേവസ്വം കമ്മീഷണർ PAയും കൂടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ, നോക്കണം. അവർ രണ്ടുപേരും സൈൻ ചെയ്തിരിക്കുന്നു. ക്ലർക്ക് കൈപ്പടയിൽ എഴുതി ഡെപ്യൂട്ടി കമ്മീഷണറും അല്ല അസിസ്റ്റന്റ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും സൈൻ ചെയ്തിരിക്കുന്നു. അതിന്റെ അടിയിൽ ഒപ്പിടുക മാത്രമാണ് ഞാൻ ചെയ്തത്. വാസു പിന്നെ നോക്കേണ്ട കാര്യമില്ല. അത്
ഞാൻ ഒന്ന് വരച്ചു വിട്ടാൽ മതി. പോലീസ് വന്നത് ഞാൻ വിശ്വസിച്ചു. അല്ല, ഞാൻ പറയട്ടെ, പോലീസ് വന്നത് വിശ്വസിച്ചു. അത് തെറ്റായിട്ടൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഈ ജാഗ്രത കുറവോ മേൽനോട്ടക്കുറവോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാതിരിക്കാൻ. പിന്നെ പിടിക്കപ്പെടുമ്പോ എല്ലാ കള്ളന്മാരും പറയുന്നത് അതാണ്, എന്നെ വഞ്ചിച്ചു എന്ന്. പ്രശ്നം ഇതാണ്. അതിൽ അത്ഭുതപ്പെടാൻ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, താങ്കൾ പറയുന്നതിനകത്ത് യുക്തിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന പ്രശ്നം, ഇതിന്റെ അകത്ത് താങ്കൾ പറയുന്ന യുക്തിയിൽ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്ന പ്രശ്നം, ഇതിന്റെ അകത്തെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണർ അല്ല സർ, തിരുവാഭരണം കമ്മീഷണറാണ്. അയാളിപ്പോ ജയിലിലാണല്ലോ. അപ്പൊ അദ്ദേഹമാണ് ആൻസറബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ഈ പ്രൈമാ ഫേസി ആൻസറബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണർ. അല്ല, നോക്കൂ ശ്രീ ജയേന്ദ്രൻ, അവിടെയാണ് എനിക്ക് താങ്കളോടുള്ള വിയോജിപ്പ്. അതായത് ഈ തിരുവാഭരണം കമ്മീഷണറെയും അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും ഒക്കെ ടൂളായി ഉപയോഗിച്ചത് ഈ വാസുവാണെന്നേ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ തലച്ചോറ് ബുദ്ധികേന്ദ്രം വാസുവാണ്. അപ്പോ അല്ല അവിടെ നിൽക്കുന്നില്ല. ഈ വാസുവിനെ ടൂളാക്കിയത് ഒരുപക്ഷെ താങ്കൾ ഉരുളുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഏതാണ് താങ്കൾക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞോളൂ. ഞാൻ പറയാം നമ്മൾ ഈ ചർച്ച ഇരിക്കുകയല്ലേ പരസ്പരം. താങ്കൾ പറയൂ. ഞാൻ പറയട്ടെ, ഒന്ന് രണ്ട് കാര്യം നിയമപരമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലമായി പ്രാക്ടീസ് ചെയ്യുന്ന ലോയർ തന്നെ, സജീവമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ നവംബർ മാസം 5 തീയതി പുറപ്പെടുവിച്ച ഉത്തരവിനകത്തെ ഞാൻ ഇതിനെപ്പറ്റി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. 11ാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ സബ് പാരഗ്രാഫിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രീ അനിൽ നമ്പ്യാരോടൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇത് മൊത്തം വായിക്കാൻ സമയമില്ല. ദിസ് കോർട്ട് therefore directed the special investigation team to register appropriate crimes. ശ്രദ്ധിച്ചോണേ, appropriate crimes forthwith and to conduct a comprehensive, impartial and expeditious investigation, ensuring that all individuals involved in the acts of theft, criminal misappropriation, breach of trust, falsification of records and related offences are brought to justice. നവംബർ മാസം 5 തീയതി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് തെഫ്റ്റിന്റെ വകുപ്പിട്ട് അന്വേഷിക്കണം. ഇന്നലെ കൊടുത്ത ദിവസം 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്നലെ കൊടുത്ത ഈ വാസുവിന്റെ റിപ്പോർട്ടിനകത്ത് എവിടെ തെഫ്റ്റ് ഇട്ടിട്ടില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരെയാ പറ്റിക്കുന്നേ? നിയമം അറിയാവുന്നവരെ ഒന്നും പറ്റിക്കാനൊക്കത്തില്ല. അടുത്ത ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞു അന്യായമായ ലാഭം ഉണ്ടാക്കണം, തങ്ങൾക്ക് അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്നും ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടമുണ്ടാക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും ലക്ഷ്യത്തോടും ഗൂഢാലോചന ചെയ്തു എന്നാണ് 420 ഒഫൻസ് പറയുന്നത്. ഇതിനകത്ത് എവിടെ 420 ഇട്ടിരിക്കുന്നു? എങ്ങും ഇട്ടിട്ടില്ല. ശുദ്ധമായ തട്ടിപ്പാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യുന്നത് എന്നുള്ളത് നിയമം അറിയാവുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികളെന്ന് ഞാൻ പറയത്തില്ല. കാരണം അവർ ഹൈക്കോടതിയൊക്കെ ആയതുകൊണ്ട് വളരെ പവിത്രതയോടുകൂടി അന്വേഷണം നടക്കുന്നു എന്ന് കരുതുന്നു. പക്ഷെ നിയമത്തിന് അറിയാവുന്ന വ്യക്തികള്, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, എന്നെ സാറ് തിരുത്താനുള്ള അതായിട്ടുമില്ല നിയമപരമായ കാര്യങ്ങൾ. സാർ ഒരു തിരുത്താനും സാധിക്കില്ല. ഞാനിത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് എല്ലാ രേഖകളും ഫയലാക്കി വെച്ച് പഠിക്കുന്ന ഒരാളാണ്. 11ാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ സബ് പാരഗ്രാഫിനകത്ത് ഹൈക്കോടതി നവംബർ മാസം 6 തീയതി പറഞ്ഞിരിക്കുകയാണ് തെഫ്റ്റിന്റെ ഒഫൻസ് ഇടണമെന്ന്. എന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളെ വരെ തെഫ്റ്റിന്റെ ഒഫൻസ് ഇട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദുബായിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ നാളിതുവരെ 1 രൂപ ടാക്സ് കൊടുക്കാത്ത, നാളിതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളുടെ മുഖ്യമന്ത്രി എല്ലാ ആഴ്ചയും വിദേശത്തും ദുബായിലും അമേരിക്കയിലും പോകുന്ന പോലെ അദ്ദേഹം പിന്നെ സർക്കാരിന്റെ പൈസ എടുത്തുകൊണ്ടാ പോകുന്നതെന്ന് കരുതാം. ഇന്നലെ നിയമസഭാ രേഖ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെന്റിന് തന്നെ 5-6 കോടി രൂപയാണ് എഴുതിയെടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് നാട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ സർക്കാരിന്റെ പൈസ ഉപയോഗിക്കുന്നു. തെറ്റൊന്നുമില്ല, ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം വിദേശയാത്ര നടത്തുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ലോകം മുഴുവൻ പറന്നു നടക്കുകയാണ്. എന്തിനാണ് പറന്നു നടക്കുന്നത്? ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി
അതാണ് ഞാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്, അന്താരാഷ്ട്ര ബന്ധമുണ്ട്. ഇതിന്റെ റെപ്ലിക്കുകൾ പോറ്റിയോടൊപ്പം വിദേശ പരിശോധിക്കണം. ചന്ദ്രഗ്രഹണ ദിവസം ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കാര്യം പറഞ്ഞു ശ്രീ ജയചന്ദ്രൻ സാറേ, എല്ലാ കള്ളന്മാരും മോഷണത്തിന് തിരഞ്ഞെടുക്കുന്ന ദിവസം കറുത്തബാവ് ദിവസമാണ്. കാരണം ഇരുട്ടിന്റെ മറവ് കൂടുതലായിരിക്കും. ചന്ദ്രഗ്രഹണ ദിവസം തന്നെ ഈ മോഷണം ഈ വാസു നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണമായിരുന്നു. അതിന് തെഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഞാൻ താങ്കളെ തിരുത്താൻ, ഞാൻ ഒരാളെയും തിരുത്താൻ നടക്കാറില്ല ശ്രീ അനിൽ വിളയിൽ. എനിക്ക് പറയട്ടെ എനിക്ക് സ്വയം നവീകരിക്കുന്നതാണ് എപ്പോഴും താല്പര്യം. ഞാൻ സ്വയം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് എന്റെ ബോധ്യം. ഞാൻ മറ്റാരും തിരുത്താൻ നടക്കാറില്ല. താങ്കളുടെ കാര്യത്തിൽ ഈ ചർച്ചയിൽ താങ്കൾ ഒരു തെറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം, ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ കാര്യം പറഞ്ഞു. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ വസ്തുതാപരമായ തെറ്റ് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ഈ 2023 ജൂൺ 12 എന്റെ ഓർമ്മ, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് 2023. ആ ഉത്തരവിലാണ് ആദ്യമായി ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർക്ക് സുനിശ്ചിതമായ ചില ഉത്തരവാദിത്തങ്ങൾ ഹൈക്കോടതി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതുവരെ 1992 ഈ ദേവസ്വം ബെഞ്ച് വരുന്ന അറിയാമല്ലോ. അന്ന് മുതൽ ഈ ഓവറോൾ സൂപ്പർവിഷൻ, മൊത്തം മേൽനോട്ട ചുമതല മാത്രമേ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ യോഗദണ്ഡിന്റെയും രുദ്രാക്ഷമാലയുടെയും പ്രശ്നം വരുന്ന ഒരു കേസ് നടക്കുന്നുണ്ട് ഈ 2023 വിധിയിൽ വരെ. അത് പത്മകുമാറിന്റെ കാലത്തെ പ്രശ്നമാണ് വരുന്നത്. അപ്പൊ ആ ഉത്തരവിൽ ഹൈക്കോടതിയുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുകയാണ്, ഖണ്ഡിതമായിട്ട് പറയുകയാണ് ഹൈക്കോടതി, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയിൽ മേലിൽ തന്നെ പറഞ്ഞിട്ടാണ്, മേലിൽ ചെയ്യണമെങ്കിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിരിക്കണം, മതിയായ സമയം നൽകിക്കൊണ്ട്. എന്തിനാണ് മതിയായ സമയം? അതും പറയുന്നത് ഹൈക്കോടതി. ആ സ്പെഷ്യൽ കമ്മീഷണർ ആ വിവരം ഞങ്ങളെ അറിയിച്ച്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ച് ഞങ്ങളുടെ അംഗീകാരം വാങ്ങിയിട്ട് വേണം അദ്ദേഹം നടപ്പിലാക്കാൻ, നിങ്ങൾക്ക് അധികാരം തരാൻ. അതുകൊണ്ടാണ് ഈ 2023 ജൂൺ 12 മുതൽ ആ ഉത്തരവ് കർശനമായി നടപ്പിലാക്കിയത്. അതുവരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് അത്തരം ഒരു ചുമതല ഉണ്ടായിരുന്നില്ല. ഓവറാൾ സൂപ്പർവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ താങ്കളെ തിരുത്തുകയൊന്നുമല്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല. പക്ഷേ ആ താങ്കൾ വസ്തുതാവിരുദ്ധമാണ്. കമ്മീഷണർ ഉള്ളപ്പോ പിന്നെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു തസ്തിക സൃഷ്ടിച്ച പിന്നെ എന്തായിരുന്നു? അല്ല, അത് ജസ്റ്റിസ് KS പരിപൂർണൻ 1992 ചെയ്തതിന് ഒരു ചരിത്രമുണ്ട്, വലിയ ചരിത്രമാണ്. അതിപ്പോ നമുക്ക് ചെറിയ സമയത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് വലിയ ചരിത്രമാണ്. അത് ഒരുപക്ഷെ നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ അനിൽ വിളയിൽ താങ്കളോട് പറയുമായിരിക്കാം. വലിയ ചരിത്രം തന്നെ. അത് അങ്ങനെയാണ് ഉണ്ടായത്. ഇനിയിപ്പോ ആരിലേക്ക് അതാണല്ലോ പ്രശ്നം. അന്വേഷണം ആരിലേക്ക് പോയാലും ശരി, അത് SITയുടെ അന്വേഷണം ഫലപ്രദമായി തന്നെയാണ് നടക്കുന്നതെന്നാണ് എന്റെ ഒരു ധാരണയും വിശ്വാസവും ബോധ്യവും. അത് അങ്ങനെ തന്നെ സമയബന്ധിതമായി ചെയ്യണമല്ലോ. ഡിസംബർ 3 ഇനി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ശ്രീ ജയേന്ദ്രൻ, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെയും അതുപോലെ ആ കൽപേഷ് ബാംഗ്ലൂരിലെ കുറെ പേരെയൊന്നും ഇതുവരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ എപ്പോൾ ചെയ്യാനാണ്? അവരെല്ലാം ഇതിൽ ഇൻവോൾവ് അല്ലേ? പ്രതിപട്ടികയിലുണ്ട്, കൽപേഷൊക്കെ പ്രതിപട്ടികയിലുണ്ട്. എന്താ അവരെയൊന്നും അറസ്റ്റ് ചെയ്യാത്തത്? ഇതെല്ലാം തെളിവ് നശിപ്പിക്കാൻ സമയം കൊടുക്കല്ലേ സാർ SIT? നശിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ തെളിവ് നശിപ്പിക്കാൻ കഴിയില്ല? ഇല്ല. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആളുകളൊക്കെ ഞാനും ഇദ്ദേഹവും വേറൊരു ചാനൽ തർക്കിച്ചിട്ടുണ്ട് ആ കാര്യം. ഈ ക്ലാഡിങ്ങിന്റെ പ്രശ്നവും ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ പ്രശ്നവും എന്തുകൊണ്ട്, അത് വേറെ ചാനലിൽ ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇപ്പൊ അതിന് സമയമില്ല. അതൊക്കെ പിന്നീട് SITയുടെ വഴിയിൽ കൂടെ തന്നെ പോകട്ടെ. ഏതായാലും അത് ആ തെറ്റിലേക്ക് തന്നെ, മോഷണം തന്നെയാണ് അവർ നടന്നത്. അത് എത്ര കിലോ, ഈ സുമാർ 2 കിലോ ആണോ അതോ അതിലധികം കിലോകളുണ്ടോ എന്നൊക്കെയുള്ളത് SIT ആണല്ലോ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതൊന്നും എനിക്ക് യാതൊരു സംശയമുള്ള ഒരു പൗരനല്ല ഞാൻ എന്നാണ് ചർച്ചയിൽ എനിക്ക് ഹ്രസ്വമായി പറയാനുള്ളത്. സമയമില്ലാത്തതുകൊണ്ടാണ്.